അമ്പുടുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ യാത്രയാണിത്. ഇന്ന് അമ്പുടു യാത്ര ചെയ്യുന്നത് ജപ്പാനിലെ ഗിഫു പ്രിഫെക്ചറിലെ ഷിരക്കാവഗോ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ്. 1995 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി മാറിയ ഈ ഗ്രാമം വളരെ പ്രാചീനമായ പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള വീടുകൾ ധാരാളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. മഞ്ഞുകാലത്ത് ധാരാളമായി മഞ്ഞ് പെയ്യുന്ന ഇവിടം, ആ മഞ്ഞിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഈ വീടുകളെല്ലാം വളരെ പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഷിരക്കാവഗോ എന്ന ഗ്രാമത്തിൽ കനസാവയിൽ നിന്നാണ് ഞങ്ങൾ എത്തിയത്. കനത്ത മഞ്ഞുവീഴ്ച തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അമ്പുടുവിൻ്റെ ആദ്യത്തെ മഞ്ഞുവീഴ്ചയാണ്, ഭവ്യയുടെയും. അങ്ങനെ ഞങ്ങൾ ആദ്യമായി എത്തിയത് ഷിരോമൈക്കാൻ എന്ന അവിടുത്തെ പ്രോപ്പർട്ടിയിലേക്കാണ്. ഷിരോമൈക്കാൻ 1880 നിർമ്മിച്ച ഒരു റോയ്ക്കാൻ സ്റ്റൈൽ വീടാണ്. 4 റൂമുകൾ മാത്രമുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഏകദേശം വലിയൊരു ഭാഗ്യം കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അവിടെ അമ്പുടുമായി ഞങ്ങൾ ഒരു രാത്രി ചിലവഴിച്ചു. അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഷിരോമൈക്കാൻ. ഏകദേശം 8 മാസം മുമ്പേ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുകയുള്ളൂ. നമ്മളോട് വളരെ സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരെല്ലാം പെരുമാറിയത്. മാത്രമല്ല, നമ്മുടെ റൂമിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടാൽ തന്നെ ധാരാളമായി മഞ്ഞ് പെയ്യുന്ന നദികളും താഴ്വരകളും നിറഞ്ഞ പ്രദേശങ്ങളാണ് നമ്മൾ കാണുന്നത്. ഷിരോമൈക്കാനിലെ ഈ ഒരു രാത്രി തികച്ചും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാത്രിയാണ്. നമ്മുടെ ജനൽ കാഴ്ചകൾ തന്നെ ഷോക്കുവ എന്ന് പറയുന്ന നദിയാണ് നമ്മൾ ജനലിലൂടെ കാണുന്നത്. ഷിരക്കാവോ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൻ്റെ നാടി തന്നെ ഈ നദിയാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങി മഞ്ഞിൽ കുളിച്ച് മഞ്ഞിൽ കളിച്ച് ഈ തരത്തിലുള്ള ചരിത്രമുറങ്ങുന്ന ഈ ഗ്രാമം കാണാനാണ് അമ്പുടുവുമായി ഞങ്ങളിന്നിവിടെ എത്തിയിരിക്കുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയാണ്. ഏകദേശം 0 താഴെ -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അമ്പുടുവിനെ ഞങ്ങൾ നന്നായി ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. തായ്വാനിൽ ഇത്രയും കനത്ത മഞ്ഞുവീഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്പുടുവിൻ്റെ പല ഡ്രസ്സുകളും ഞങ്ങൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തതാണ്. അമ്പുടുവുമായിട്ടുള്ള ഈ യാത്ര തികച്ചും ഞങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ ഒന്ന് തന്നെയാണ്. കനത്ത മഞ്ഞുവീഴ്ചയും അതിമനോഹരമായ ജാപ്പനീസ് ആൽപ്സിലുള്ള ഗിഫു പ്രിഫെക്ചറിലെ ഈ ചരിത്രമുറങ്ങുന്ന ഗ്രാമവും, ഇതിൽ പരം സന്തോഷം വേറെന്തുണ്ട്? അമ്പുടു ഇത് ആസ്വദിച്ച് കാണുകയാണ്. അവൻ്റെ മുഖത്തെ ഓരോ സന്തോഷവും ഓരോ ക്യൂരിയോസിറ്റിയും ഞങ്ങൾക്ക് ഇനിയും ഇത്തരം യാത്രകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. ഏതാനും നിമിഷം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഭവ്യയുടെ മുഖത്താണെങ്കിൽ അതിമനോഹരമായ സന്തോഷമാണ്. ജീവിതത്തിൽ അവൾ ആദ്യമായിട്ടാണ് മഞ്ഞുവീഴ്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. -5 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും കയ്യിൽ നിന്ന് കയ്യുറയൊക്കെ ക്യാമറ പിടിക്കുന്ന ചില അഹങ്കാരങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും വല്ലപ്പോഴുമല്ലേ ഇതൊക്കെ പറ്റുകയുള്ളൂ. അമ്പുടുവിന് 1 വയസ്സായിരിക്കുന്നു. ഇതൊരു വലിയ പ്രോമിസിൻ്റെ കഥയാണ്. അമ്പുടുവിന് 1 വയസ്സാകുമ്പോൾ ജപ്പാൻ സന്ദർശിക്കണമെന്നുള്ള ഒരു പ്രോമിസിൻ്റെ. നമ്മൾ നടന്നു തുടങ്ങിയാണ് ഷിരക്കാവഗോ ഗ്രാമത്തിലൂടെ. പല ഇടവഴികളിലൂടെ ഗ്യാസോ സ്റ്റൈൽ വീടുകളും കണ്ട്. ഇവിടെ നിന്ന് ഒബ്സർവേറ്ററിക്ക് വലിയ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഹൈക്ക് ചെയ്ത് നടന്ന് കയറണം. ഞങ്ങളിങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഫോട്ടോഗ്രാഫിയൊക്കെ അതിൻ്റെ മാർഗത്തിൽ നടക്കുന്നുമുണ്ട്. അമ്പുടു ഇതെന്താ ഈ വെള്ള സാധനമെന്ന് നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് അമ്പുടു വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഒബ്സർവേറ്ററി ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഒബ്സർവേറ്ററിയൊക്കെ കണ്ട് പതുക്കെ തിരിച്ചിറങ്ങാമെന്നുള്ള വിധത്തിൽ. ഒബ്സർവേറ്ററിയിലോട്ട് കാറുകളൊന്നും കടത്തിവിടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്ന് മാത്രമേ കയറാൻ പറ്റൂ. ഒഗിമാച്ചി എന്ന് പറയുന്ന ഗ്രാമം മുഴുവനായി നമുക്ക് ഈ ഒബ്സർവേറ്ററിയിൽ നിന്ന് കാണാൻ കഴിയുന്നതാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഷിരക്കാവഗോ അല്ലെങ്കിൽ തന്നെ വിൻ്റർ വണ്ടർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു കുഗ്രാമത്തിലേക്ക് എത്തിച്ചേരുക വളരെ ബുദ്ധിമുട്ടാണെങ്കിലും അങ്ങനെ ഇത്രയും ഒളിഞ്ഞു കിടക്കുന്ന ചില ഗ്രാമങ്ങൾ കണ്ടുപിടിക്കുന്നത് ഞങ്ങൾക്ക് പണ്ടേ ഉള്ള ഒരു ഹരമാണ്. ഞങ്ങൾ തായ്വാനിൽ നിന്ന് കനസാവ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് ബസ്സിൽ കയറി 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഷിരക്കാവഗോയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്ര പരമാവധി മുതലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പ്രകൃതി ഞങ്ങളോടൊപ്പമാണ്. അതിമനോഹരമായ മഞ്ഞുവീഴ്ചയാണ്. ആ ഗ്യാസ് സ്റ്റൈൽ വീട് കണ്ടില്ലേ?
കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്നത് പോലെ കനത്ത മഞ്ഞുവീഴ്ചയിൽ അതവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിൽ പരം സന്തോഷമുള്ള കാഴ്ച വേറൊന്നുണ്ട്. അതിമനോഹരമാണിവിടം. എത്താൻ പറ്റുന്നവരൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മഞ്ഞുകാലത്ത് ഈ ജാപ്പനീസ് സ്റ്റൈൽ കൊച്ചു ഗ്രാമം സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ സന്ദർശിക്കുക തന്നെ വേണം. ഷിരക്കാവകുവിലടുത്ത് എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ടോക്കിയോ നഗരത്തിലേക്കാണ് ഫ്ലൈറ്റുകളുള്ളതെങ്കിൽ ഷിങ്കാസൻ വഴി ഏകദേശം 4 മണിക്കൂർ യാത്രയും അത് കഴിഞ്ഞ് ബസ്സിൽ 1 മണിക്കൂർ യാത്രയും ചെയ്യണം. എന്തായാലും നിങ്ങളൊക്കെ ഒരിക്കൽ ഇവിടെ വരുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളും ഈ ഗ്രാമത്തോട് വിട പറയുകയാണ്. അടുത്ത വർഷം വീണ്ടും ഇതേ സമയം കാണാം എന്ന പ്രാർത്ഥനയോടെ.